അട്ടോ ഓനെ നമ്മളെ സുന്നി പിടിപ്പിക്കാൻ പറയാം. നിന്റെ സുന്നി നമുക്ക് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ കൈ പിടിക്കാനും ഞങ്ങൾക്ക് നെഞ്ചോട് ചേർക്കാനും ഒക്കെ ഇവിടെ ജിഫ്രി തങ്ങളും ബി പി ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ട് നീ ഒന്ന് സുന്നി പട്ടം തരാം. അതിന്റെ ബഷായിസിന്റെ കാര്യം പിടിക്കണമെങ്കിൽ നീ ആ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് കാര്യം നോക്കാൻ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അടുത്തായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ച് സെയിം അതേ ടോപ്പിക്കിൽ തന്നെ അതേ ഒരു വിഷയത്തിൽ തന്നെ വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് കുരുവട്ടൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘമുണ്ട്. ആ ഒരു സംഘത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ മെയിനായിട്ടുള്ള പരിപാടി തന്നെ കുഴിച്ചു മൂടുക എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബാനറും അതേപോലെ പോസ്റ്ററും ഒക്കെ ഇറക്കിയിട്ട് അവരൊരു ഒരു സ്പീച്ചിൻ്റെ സ്ഥലമൊക്കെ ഇങ്ങനെ ഏർപ്പാട് ചെയ്യും. അവിടെ ഇരുന്ന് കുറ്റം പറയും. ഉസ്താദന്മാരെ, ആലിമീങ്ങളെയും മറ്റ് ആൾക്കാരൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്ന വീഡിയോസാണ് അല്ലെങ്കിൽ ലൈവാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ സദസ്സിൽ തന്നെ അവർ പറയുന്നത് വലിയ വലിയ മഹാരഥന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഉസ്താദന്മാരായിട്ടുള്ള നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഉസ്താദന്മാരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവർ സംഘടനയെ താഴെ കാണുക എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിപ്പോൾ സ്പഷ്ടത നൽകാത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ മശായിഖന്മാരുടെ കാലുമുത്തുന്നതിനെ കുറിച്ചിട്ട് അതിൽ അവിടെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു. ആയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവരുടെ സദസ്സിൽ തന്നെ ഒരു ഷെയ്ഖിൻ്റെ കാല് മുത്തുന്നതായിട്ട് അവർ ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഷെയ്ഖാണ്. ഓക്കെ, അപ്പോൾ അവരുടെ കാലമുത്തുന്നതായിട്ടുള്ള ചില വീഡിയോസൊക്കെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. അതിനെതിരെ റിയാക്ട് ചെയ്ത് അൻസാരി ജോഹരിയുടെ 2 വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യമായിട്ട് തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്, അല്ലാതെ മറ്റൊരു വീഡിയോയുമായിട്ടല്ല. മാത്രമല്ല എനിക്ക് ഇതിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടിയും പോകുന്നില്ല. ഈ വീഡിയോ മാത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ടൊരു കാര്യം സൂചിപ്പിച്ചതെന്നുള്ളൂ. അതായത് ഈ കാലുമുത്തുന്നത് മശായിഖന്മാരുടെ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനത്തുള്ള അത്തരത്തിലുള്ള ആ ഒരു ഗൗരവത്തിലുള്ള ആൾക്കാരുടേതായിരിക്കണം. അതിൽ സുന്നത്ത് ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ചില ഇബാറത്തുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഈ സ്റ്റേജിലുള്ള ആളെ കാളുമുത്തിന് അർഹതപ്പെട്ട ആളാണോ എന്നാണ് എൻ്റെ ചോദ്യം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ആയതുകൊണ്ട് അവരുടെ ചില ആൾക്കാരുണ്ട്. ഓക്കെ, അവരൊക്കെ ചോദിക്കുന്നുള്ളത്, അപ്പോൾ അത് കാൽമുത്താനുള്ളത് അതൊരു ഇതല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യാനുള്ള കാരണം. എന്നാൽ നമുക്ക് ആദ്യം തന്നെ സുഹരി ഉസ്താദിൻ്റെ ചില വീഡിയോസൊക്കെ കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ, ഏതായിട്ടും ഇത് കണ്ട ആൾക്കാരൊക്കെ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ്. വേറൊന്നും ഇതിൽ ഞാൻ കാണിക്കാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. സ്പീഡിലായിരിക്കും പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യമൊക്കെ കൈമുത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് കൈമുത്തി കൊണ്ട് അവസാനിക്കും. കൈമുത്തൽ മതിയാകാത്തതുകൊണ്ട് പിന്നെ കാറിൽ മുത്തി. മഹാനവരുടെ കാറിൽ മുത്തിയിട്ടും മതി വരാത്ത മനുഷ്യർ പിന്നീട് ഇപ്പൊ കാലിൽ മുത്താൻ തുടങ്ങി. മനുഷ്യർ പ്രതലത്തിലൂടെ നടന്നു പോകുന്ന ആ കാല് വരെ മുത്താൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യർ. റഹ്മാനായ റബ്ബേ, ഇതിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെയൊക്കെ ഫിത്രത്തിൽ, നമ്മുടെയൊക്കെ ജന്മസിദ്ധമായി അള്ളാഹു ഹൃദയത്തിലൂട്ടി അജഞ്ചലമായി തൗഹീദിന്റെ ആ മാധുര്യം ഹൃദയത്തിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തി കാണുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സംതിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, ഇതിനെയൊക്കെ ന്യായീകരിക്കാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ വെച്ച് അള്ളാഹു കൽബിൽ കത്തിച്ച് വെച്ച ഈമാന്റെ തിരുനാളം വെളിച്ചം ഒന്നും മങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ കൈതൊട്ട് ചുംബിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, എന്റെ സ്വാത്വികരായ ബഹുമാനപ്പെട്ട അഹിബത്തിൽപ്പെട്ടവരൊക്കെ നമ്മൾ കൈ തൊടാറുണ്ട്, ചുംബിക്കാറുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും തൊടാറും ചുംബിക്കാറും ഏറെ താല്പര്യപ്പെടുന്നത് വർഷോപ്പ് തന്നെ. എന്റെ നാട്ടിലെ വർഷോപ്പുകാരൻ. എനിക്ക് ഇയാളെ കൈ തൊടാനും ആ തൊട്ട കൈ ഇങ്ങനെ ചുണ്ടോടി കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാരണം പറ്റുന്നുണ്ടല്ല, ഒരാളെ പറ്റിക്കാതെ, ചൂഷണം നടത്താതെ, അവന്റെ ഈമാൻ കവർന്നെടുക്കാതെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ഹലാലായ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ വിയർപ്പിന്റെ മേത്ത് നോക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ട് തോന്നിക്കും. അത്ര വിളിക്കുള്ള മനുഷ്യൻ അള്ളാഹുദ്ദീൻ ബർക്കത്ത് ചെയ്യട്ടെ. അയാളുടെ കൈ പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഒന്നും പിന്നാലെ പോയി നമുക്ക് അറിയുന്ന നമുക്ക് പരിമിതമായ വിജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ കുറഞ്ഞ അമലുകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരുപാടൊന്നും ചെയ്തു വിടണ്ട. നമുക്ക് അറിയുന്ന ഇൽമുകൊണ്ട് ആരെയും ദ്രോഹിക്കാതെയും ആർക്കെതിരെ പറയാതെയും ആരെയും പ്രയാസപ്പെടുത്താതെയും ഒക്കെ നമുക്ക് അറിയുന്ന അറിവുകൊണ്ട് നമ്മൾ അമല് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിൽ സുഹൃത്തുക്കൾ ചെയ്ത് ജീവിച്ചു മരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ പിന്നാലെ പോയി എന്റെ പൊന്നാര കൽബുകളെ ആഹ്റങ്ങളേത്. ഈ അവസരത്തിൽ നമ്മൾ ഏറെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട പേരുടെ സ്ഥാനപ്പെടുന്ന ആളുകളെ. വേറൊന്നുമല്ല, എത്ര മുമ്പേ എത്ര വലിയ വീക്ഷണം വരുന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ ആലോചിച്ച് പോയി. എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, ഒരു അസ്ലമിയ. ഇത് എന്നോട് പറയുന്നു, എടാ, കേരളത്തിലെ മുഴുവൻ ആലിമീങ്ങളും മോശമാണ്, പിടച്ചവരാണ്, അവർക്കൊന്നും ദീൻ അറിയത്തില്ല, അവരൊക്കെ ഒരു ചൂഷകരാണെന്ന് പറയുമ്പോഴും ഇവരാണ് സത്യത്തിന്റെ പാതയിലെന്ന് പറയുമ്പോൾ ഈ സത്യത്തിന്റെ പാതയിലുള്ള മനുഷ്യരെടുക്കുന്ന പണി എന്താ? ചാവും പകലും പരദൂഷണം തന്നെ. പരദൂഷണം ആലിമീങ്ങളെ വലിച്ചു കീറുക, വെട്ടിക്കീറുക, വലിച്ചു കീറുക, ഞങ്ങൾ കുഴിച്ചു മൂടുക. ഇങ്ങനത്തെ പ്രകോപന പ്രഖ്യാപനങ്ങളല്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മനുഷ്യർക്ക് ഉപയുക്തമായ എന്തെങ്കിലും ഉണ്ട്. എന്നും ഈ വലിച്ചു കീറൽ, കുഴിച്ചു മൂടൽ, വലിച്ചൊട്ടിക്കലെന്നല്ലാതെ ഇപ്പൊ അവസാനം എന്തായി? ഇതെനിക്കിപ്പോൾ അയച്ചെന്നാരാ ഞാൻ ആലോചിച്ചു പോയി.
എനിക്ക് ചിരി വന്നതേ, ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് പോകാൻ നിങ്ങൾക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ ആ വീഡിയോ വളരെ അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്ത് അയച്ചിട്ടാണ്. ഞാൻ ചോദിച്ചത് ഇതെന്തോ കാലൊക്കെ മുത്തുനിന്ന് ചോദിക്കണം, നമ്മൾ എന്ത് മറുപടി ഇവരോട് പറയും, ഇവരോട് മറുപടി പറഞ്ഞു കൊടുക്കും. എനിക്കറിയാൻ വയ്യ, എനിക്ക് ദീൻ വലിയ അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കും, എനിക്ക് വലിയ കിട്ടാവുന്ന തോന്നാത്തതുകൊണ്ടായിരിക്കും ഈ കാല് മുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. നമ്മൾ ഈ കാല് മുത്തിയവനെയും മുത്തപ്പെടുന്നവരെയൊക്കെ വിമർശിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് സ്വയം ചിന്തിച്ചുകൂടെ. അള്ളാഹു നമുക്ക് തന്ന ബുദ്ധി, ബോധം ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയും തെറ്റും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ലേ? നമുക്ക് മുമ്പ് ജീവിച്ചു പോയി സ്വാത്വികരായ ഉലമാക്കൾ ഇവിടെ ജീവിച്ചു വന്ന ആ ഒരു പാതയെ നമുക്കറിയാവില്ല. അവരാരെങ്കിലും ഇങ്ങനത്തെ പ്രവൃത്തി, അവരൊക്കെ എത്ര വലിയ ആദരവോടുകൂടിയാണ് അവരുടെ ഗുരുക്കന്മാരെ കണ്ടത്. അവരാരെങ്കിലും കാര്യമൊക്കെ മുത്തിപ്പിടിച്ച് വലിക്കുന്ന കണ്ടിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവരെയൊന്നും നമ്മൾ പറഞ്ഞു ഉപദേശിച്ചോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നതിനേക്കാൾ ഹൈർ നമ്മൾ സ്വയം നന്നാകുക എന്നുള്ളത്. ഈ വഴിക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് വലിയ അറിവുള്ളൂ, എനിക്കും നിങ്ങൾക്കൊന്നും വലിയ അറിവൊന്നുമില്ല, നമ്മൾ വലിയ അമലും ഇല്ല, വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അതും മതി അല്ലാതെ ഒരുപാടൊന്നും വലിച്ചു വാരി ചെല്ലണം. പക്ഷേ നമ്മളെ ഈ മാറ്റിക്ക് പോകുന്ന പണിക്ക് നമ്മൾ നിൽക്കരുത്. നമ്മുടെ ആ അചഞ്ചലമായ തൗഹീദി ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന പണിക്ക് നമ്മൾ നിൽക്കരുത്. കുറഞ്ഞ അമല് മതി. കുറഞ്ഞ അറിവും ആ അറിവിനാൽ ഉണ്ടാകുന്ന അമലുകളും കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടും. ചരിത്രം സാക്ഷിയാണ്. പക്ഷേ എന്തിനും ഇത് ചെയ്യുന്നൊരു മനുഷ്യന്റെ മനോഭാവം എന്താ? അവൻ അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യത കിട്ടാൻ വേണ്ടിയായിരിക്കും. അവന്റെ പാർത്ഥിക മോക്ഷത്തിന് വേണ്ടിയും ദുനിയവിയായ ആത്മീയമായ ചൈതന്യത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണിത് ഈ കാലുമുത്തുക എന്നുള്ളത്. കാണുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത തോന്നില്ലേ? ആ അസ്വസ്ഥത തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മുഗ്നായ മനുഷ്യനായി. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ജീവിക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന ഓരോ തന്ത്രപ്പാടുകൾ. അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, സുഹിരി അത്രേ, അത് ഞങ്ങളെ തൃശ്ശൂർ ജില്ല എന്നുള്ള ഒരു ബിരുദം കൊടുക്കണ സ്ഥാപനം. ദോന്റെ ഉസ്താദ് ആ മാടവനെ പ്രായിട്ട് വലിയത് കേൾക്കണില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏത് ദീൻ, അത് എന്ത് സുന്യവൻ? അള്ളാഹുവിന്റെ റസൂലിന്റെ കഫേ അതുകൊണ്ട് കയ്യിലേക്ക് കിട്ടിയപ്പോ, എടാ സുഹിരി, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സറഫാക്കപ്പെട്ട ഉമീര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിറ്റ് കഫം ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. കുഞ്ഞമ്മരെ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തും ഈ കരങ്ങളിലേക്ക് കിട്ടിയാൽ കയ്യിൽ സ്വീകരിക്കും, ഞങ്ങൾ ശരീരത്ത് പുരട്ടും. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും പ്രശ്നവുമില്ല. പക്ഷേ അതുകൊണ്ട് കോമാട്ട് ചാലിൽ അബ്ദുള്ളയുടെ കയ്യും കാലും മുത്താന്ന് നീ തെളിവ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ, അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഊളും കിടങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട. നിന്റെ മച്ചായിക്കും ചെയ്യിക്കും നീ അങ്ങ് കൊണ്ടിടന്നാൽ മതി. അതിനൊന്നും ഞങ്ങളെ വിളിക്കണ്ട. അതുകൊണ്ട് കിട്ടുന്ന സുന്നിപ്പട്ടം അങ്ങനെ ചെയ്താലേ ഈ ഇതുപോലെ നക്കിയെങ്കിലും മുത്തിയെങ്കിലും മാത്രമേ സുന്നിപ്പട്ടം കിട്ടിയുള്ളൂ. ആ സുന്നിപ്പട്ടം എനിക്കിതേ നീ ഇത് അവിടെ കൊണ്ട് വെച്ചോ. അൻസാരി സൂരിക്ക് സുന്നിപ്പട്ടം തരാം. അൻസാരി സൂര്യനെ സുന്നിയായിട്ട് അംഗീകരിക്കും. എന്ത് ചെയ്യണം? ഇവന്റെ മച്ചായിക്കിന്റെ കാല് പിടിച്ചിട്ട് പിന്നെ എവിടൊക്കെ തടവണം, എവിടൊക്കെ മുത്തണം. നീയും നിന്റെ അവളും കൂടെ പോയി മുത്ത്. എന്റെ മച്ചായിക്കിന്റെ കാല് മുത്താൻ വന്നിരിക്കുന്നത്. അങ്ങനെ കാല് മുത്തിയിട്ട് കാല് നക്കിയിട്ട് കിട്ടുന്ന ഒരു പട്ടവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളും കിഴക്കേക്കരയിലെ ഹബീബിക്ക ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ ഭാഗമായി ചെയ്തതൊക്കെ ആ കിഴക്കേക്കരയിലെ ഹബീബിക്ക ചെയ്താൽ കാണിക്കണം. അത് നീ നിന്റെ ഒരു കൂടെ പോയി ചെയ്യണ്ട. അവൻ സുന്നിപ്പട്ടം തരാൻ വന്നിരിക്കുന്നത് ഓളാടുത്തോണ്ട്. കുഞ്ഞമ്മതെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഇടക്ക് നീ വലിയൊരു ഡയലോഗ് ഇട്ട. ആ ഡയലോഗാണ് ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞ കേൾക്കട്ടെ. പേരിപ്പോ എന്തായിട്ടും കാര്യമൊന്നുമില്ല. പേരിപ്പോ എന്തായിട്ട് എന്താ? അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ട്. രണ്ടും വഹാബീസ പറയണത്. അബ്ദുറഹ്മാൻ സലഫിയുടെ വാദം എന്താ? അള്ളാഹുടെ റസൂലിന് നയലുണ്ട്. അബ്ദുറഹ്മാൻ സക്കാഫി ഇവിടെ വന്ന പേരോണ്ട വാദം എന്താ? അള്ളാഹുടെ റസൂലിന് ഇടക്കിടക്ക് നയലുണ്ട്. അബ്ദുറഹ്മാൻ സലഫിയും അബ്ദുറഹ്മാൻ സക്കാഫിയും. ഈ അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ടല്ലോ പേരോട്, അബ്ദുറഹ്മാൻ സക്കാഫിനെ കൊണ്ട് ഒരു മനുഷ്യനും മുറുത്തതായിട്ടില്ല. പക്ഷെ നിന്റെയൊക്കെ പ്രസംഗം ഈ സമീപകാലത്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും കിടപ്പുണ്ട വോയിസ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീനിന് പുറത്തു പോകാൻ കാരണം നീയൊക്കെ ഷെയ്ഖുന മടവൂരിനെ കുറിച്ച് പറഞ്ഞ ഇല്ലാ കഥകളാണ്. എന്തെല്ലാം കള്ളത്തരമാണ് നീ തട്ടിവിടുന്നത്. ഷെയ്ഖുന മടവൂർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി മരണപ്പെട്ട ഒരു സ്വാത്വികനായ മഹാത്മാവിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പരിധി വിട്ട പറച്ചിൽ പറഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാർ ഈ അപഹാസ്യതയും ട്രോളും കണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പുറത്തു പോയിട്ടില്ലേ? പേരുടെ സ്ഥാനം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാ? നീയൊക്കെ തന്നെയാണ് ദോഷം. നീയൊക്കെ ഒരു വേള ചിന്തിക്കടാ. നിന്റെയൊക്കെ പ്രസംഗം കൊണ്ട് ഈ സമുദായത്തിന് എന്താ ഗുണം? നിന്റെയൊക്കെ പോസ്റ്റർ എന്താ? വെട്ടിക്കീറും, കുഴിച്ചു മൂടും. എല്ലാ മാസവും നിങ്ങൾ കുഴിച്ചു മൂടുന്നുണ്ടല്ലോ. ആരെയെ കുഴിച്ചു മൂടിയത്? എല്ലാ മാസവും കുഴിച്ചു മൂടാണ്. ഒന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നില്ലേ? എല്ലാ മാസവും മൂടുവാണ്. നിങ്ങൾ നാലാളും ഒരു വണ്ടിയും കുറെ ആളുകളെയും കൊണ്ട് എവിടെങ്കിലും കൊണ്ട് ഇതുപോലെ കുറെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പെടും. ഉമ്മത്തിന് എന്ത് ഗുണമിടാ? നയാ കാഴ്ചന്റെ ഗുണമുണ്ടാ ഉമ്മത്തിന് നിന്നെയൊക്കെ കൊണ്ട്? അട്ടോ ഓനെ നമ്മളെ സുന്നി പിടിപ്പിക്കാൻ പറ്റാ. നിന്റെ സുന്നിയൊന്നും നമുക്ക് വേണ്ടടാ. ഞങ്ങൾക്ക് ഇവിടെ കൈ പിടിക്കാനും ഞങ്ങൾക്ക് നെഞ്ചോട് ചേർക്കാനും ഒക്കെ ഇവിടെ ജിഫ്രീത്തങ്ങളും എഫീസൊക്കെ ഉണ്ട്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ട് നീ ഒന്ന് സുന്നി പട്ടം തരാം. നിന്റെ മഷായിഖിന്റെ കാല് പിടിക്കണമെങ്കിൽ നീ ആ കാലം നക്കിയാൽ മതി. ഞങ്ങൾക്ക് ആ കാല് നക്കാൻ പറയണ്ട. നിന്റെ മഷായിഖിനെ നീ അങ്ങ് കാല് പിടിച്ചാൽ മതി. ഞങ്ങൾക്ക് ആ കാല് പിടിച്ചിട്ട് കിട്ടുന്ന ഒരു പുണ്യവും
ഒരു പുണ്യവും ഇനി വഹാബി എന്നല്ല, ഇനി സാക്ഷാൽ മുർത്തതെന്ന് വിളിച്ചാലും എന്റെ മൂക്ക് ഈ മണ്ണി കുത്തുന്നത് വരെ നിന്റെ ഒന്ന് ഈ കോമാളിത്തരം അംഗീകരിച്ചിട്ട് കിട്ടുന്ന ഒരു സുന്നിപ്പട്ടവും എനിക്ക് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. നിന്റെ ഒന്ന് സുന്നി എനിക്ക് വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്ന് എന്നെ കേട്ടിരിക്കുന്ന മനുഷ്യർക്കുണ്ട്. ഞാൻ മൗത്തോളം ഈ ബഹുമാനപ്പെട്ട AP ജിഫ്രി തങ്ങളും ഒക്കെ നയിക്കുന്ന സുന്നത്തമായതിന് കൂടെ ആയിരിക്കും. പക്ഷെ നീയൊക്കെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള സുന്നിപ്പട്ട, എനിക്ക് ആ ചുണ്ണിപ്പട്ടം വേണ്ട. ആ ചുണ്ണിപ്പട്ടം നീ 4 മടക്കിട്ട് നിന്റെ അങ്ങോട്ട് വെച്ചോളി. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ ഓക്കെ, ഇതായിട്ടും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ആൾക്കാരൊക്കെ വരും. അപ്പോൾ അവരുമായിട്ട് ചേരാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.